ഞാനിപ്പോ കഷ്ടപ്പെടുന്നത് ഉമ്മാക്ക് ഒരു തുണ വേണം, ഉമ്മാക്ക് ഒരു സഹായത്തിന് വേണ്ടി ഒരു മരുമകൾ വേണം. അതെ, ഉമ്മാക്ക്. എനിക്ക് എന്റെ ബീബിയായിട്ട്, ബീബി പറഞ്ഞാല് തലയിൽ തട്ടകെട്ട, മുഖൊക്കെ തലൊക്കെ മറിച്ച്, തല മുടി, അതെ ഇങ്ങനെ തലയിൽ തട്ട കെട്ടിട്ട് ഇട്ടിട്ട് ശരീരമൊക്കെ മറിച്ച് ശരീരമൊക്കെ മറിച്ചിട്ട് അറുത്ത് മറിച്ചിട്ട് നടക്കുന്ന പെൺകുട്ടിയാണ് വേണ്ടത്. അതല്ലേ ഇസ്ലാമിക്ക് പറ്റിയ പെൺകുട്ടി. ഇസ്ലാമിന് പറ്റിയ പെൺകുട്ടി അങ്ങനല്ല ആകേണ്ടത്. 5 നേരം നിസ്കരിക്കുന്ന, ഇസ്ലാമിക്ക് പറ്റിയ പെൺകുട്ടി, 5 നേരം നിസ്കരിക്കുന്ന ആ പെൺകുട്ടിയിലെ വേണ്ടത്. അങ്ങനത്തെ പെൺകുട്ടിയിലെ വേണ്ടത്. അങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടത്. വീട്ടിക്ക് പറ്റിയ പെൺകുട്ടി, നമ്മുടെ വീട്ടിക്ക് പറ്റുന്ന, വീട്ടിലുള്ളവരോട് സ്നേഹം കാണിക്കുന്ന, അതുപോലെ എന്നോടൊക്കെ സ്നേഹം കാണിക്കുന്ന ആ പെൺകുട്ടിന്റെ മനസ്സ് നന്നാവുക. അത് മാത്രമാണ്, ആ പെൺകുട്ടിന്റെ മനസ്സ് നന്നാവുക. അതാണ്, അങ്ങനത്തെ പെൺകുട്ടിനെയാണ് ഇസ്ലാമൊക്കെ ഉള്ള പെൺകുട്ടി, 5 നേരം നിസ്കാരമൊക്കെ ഉള്ള പെൺകുട്ടികൾ, ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളവർ. നമ്മള് സ്വത്തിനും, ആ പെൺകുട്ടിന്റെ സ്വത്തിനും വേണ്ടി കാത്തിരിക്കുന്നതാണ്. നേരെ വഴിക്ക് പോകണം, നേരെ വഴിക്ക് മുന്നോട്ട് പോകണം, മരണം വരെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ വിചാരിക്കുന്നതാണ്. അങ്ങനെ ആകണം. അങ്ങനത്തെ പെൺകുട്ടിയാണ്. തലൊക്കെ മറച്ച്, തലമുടിയൊക്കെ മറച്ച്, അറുപത്തൊക്കെ മറച്ച്, ഒരു നിലവിൽ നടക്കും, തലയിൽ എപ്പോഴും തട്ടിട്ട് കോടി എടുക്കുന്ന, അത് ജീവിക്കാൻ പറ്റുന്ന, ഉമ്മാക്ക് സഹായിക്കാൻ, ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ, പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ, അങ്ങനത്തെ ഒരു മുടുക്കുമായ ആരോടും ദേഷ്യപ്പെടാത്ത, സ്നേഹത്തോടെ നിൽക്കുന്ന, പാവപ്പെട്ടവരോട് സ്നേഹത്തോടെ ചോർത്ത് കൊടുക്കുന്ന, കീറി മുറിച്ച സ്നേഹങ്ങളൊന്നും പുറത്ത് കാണിക്കുന്ന പെൺകുട്ടി ആകണം. ഉള്ളിലുള്ള സ്നേഹങ്ങളൊന്നും പുറത്ത് കാട്ടിക്കൊടുക്കുന്ന, അതെ, ഉള്ളിലുള്ള സ്നേഹങ്ങളൊന്നും പുറത്ത് കാട്ടിക്കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൽ കൂടെ ഉള്ള പെൺകുട്ടിയാണ് എന്റെ ഉമ്മാക്ക് വേണ്ടിയത്. അതായത് എവിടെയെങ്കിലും പിടിച്ചു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. നമ്മളെ എന്നും നിലനിൽക്കുന്ന പെൺകുട്ടി, കാലാകാലം നിലനിൽക്കുന്ന, അതെ, നമ്മളെ ഒഴിവാക്കാതെ ചോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന, നമ്മളെ ഒഴിവാക്കാതെ തെറ്റിപ്പിക്കാത്ത അങ്ങനത്തെ പെൺകുട്ടിയാകണം. കിബറും വാസിയൊന്നും ഇല്ലാത്ത പെൺകുട്ടി, കിബറും വാസിയൊന്നും ഇല്ലാത്ത, ഉള്ളിൽ കാണിക്കാത്ത, അതെ, എന്നും പുറത്ത് കാണിക്കുന്ന സ്നേഹങ്ങളൊന്നും മനസ്സ് കാണിക്കുന്ന പെൺകുട്ടി, അതാണ് വേണ്ടത്. അങ്ങനെ ആകണം. അങ്ങനെയുള്ള പെൺകുട്ടിയാണ് വേണ്ടത്. അങ്ങനെയുള്ള പെൺകുട്ടി മാത്രം കല്യാണം കഴിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് മകളൊക്കെ കെട്ടിക്കൊടുത്ത് അവസാനം എനിക്ക് സുഖം വേണ്ടറിഞ്ഞ് ഒഴിവാക്കി പോയത്, അത് ശരിയാവില്ല. അപ്പൊ അവനക്ക് പല്ലില്ല, അതില്ല, ഇതില്ല അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ പാടില്ല. എല്ലാം ചെയ്യുന്നത് അള്ളയാണ്. അള്ള കൊടുക്കുന്ന പല്ല്, അള്ള കൊടുക്കുന്ന അത് നിങ്ങളെല്ലാവരും തിരുപ്പിപ്പെട്ട് പോകണം. അതിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. വീണാൽ പല്ല് പോകും, ചിലപ്പോൾ നടന്ന പല്ല് പോകും, നമ്മൾ വീണാൽ പോകില്ല, മുണ്ട കുട്ടിയെ വീണാൽ പോകും, അല്ലെങ്കിൽ കൊന്നു വീണാൽ മതി. ഒരാളെ എത്തിക്കാൻ പാടില്ല. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് കുറ്റം പറയാൻ പാടില്ല. അത് ശരിയാവില്ല. അത് ചെയ്ത് ശരിയില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ എന്നോട് മാത്രമല്ല, അങ്ങനെ ആരോട് ചെയ്യരുത്. അത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒയ്യാം. അത് എന്നോട് മാത്രമല്ല, വേറെ ആൾക്കാരും ഇതുപോലെ പറ്റിയിട്ടാണ് പോയി ഇതുപോലെ അവഗണിക്കാൻ പാടില്ല. എല്ലാം പഠിച്ചാൽ കൊടുക്കുന്നതാണ്. അപ്പം അതുപോലെ നമ്മൾ ആ മട്ടിൽ നമ്മൾ കാണും. അത് അതാമാരി ആകാം. നമ്മൾ കുറ്റപ്പെടാൻ പാടില്ല. നമ്മൾ അതാമാരി ആകാം നമ്മൾ കാണുന്നത്. നമ്മൾ പുറത്തുള്ള കുട്ടികളൊന്നും നമ്മൾ കാണാൻ പാടില്ല. അതാമാരി കാണുന്നുണ്ട്. അതെ, നമ്മളിപ്പോൾ ചോദിക്കുന്നു, ഒരു കുറ്റം പറയും, ഇതിന് മോള കൊടുക്കാൻ പോകും, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ കൈക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേദന വെച്ച് നിങ്ങൾ പിയായിക്കൊണ്ട് നമ്മളെ എത്തിച്ചിരിക്കുന്നത് ചെയ്യണം. പിയായിക്കൊണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണം. സന്തോഷത്തിൽ കൂടെ കൊടുക്കണം. അതാണ് നമ്മൾ ശരിക്കും നമ്മൾ പിയായിക്കൊണ്ടല്ലോ കല്യാണം കഴിച്ചു കൊടുക്കുക. നമ്മൾ ശരിക്കും ചെയ്യാൻ കാണിച്ചു മനസ്സിൽ കാണിക്കണം. ഒരു കുട്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ ആ സന്തോഷത്തിൽ കൊടുക്കണം. അതെ, അങ്ങനെ സന്തോഷത്തിൽ കൊടുക്കണം.
അതെ അത് അതെ അപ്പോൾ അവർ നിങ്ങള് നിങ്ങൾക്ക് തോന്നലാണ് മനുഷ്യന്മാരെ, നിങ്ങൾക്ക് തോന്നലാണ്. നമ്മൾ ഒരിക്കലും നിങ്ങളെ മോളെ പട്ടികയിലില്ല. നിങ്ങൾ കൊടുത്തു നോക്കണം. പാങ്ങളുടെ കയ്യിൽ കൊടുത്താലേ അറിയുള്ളൂ. പാങ്ങൾക്ക് കൊടുത്ത് കയ്യിൽ കൊടുത്താലല്ലേ നോക്കലുണ്ടാന്ന് കിട്ടിയ അല്ലേ? നോക്കലുണ്ടാ അറിയുള്ളൂ കിട്ടിയ കൈ അതെ വല്ല അറിഞ്ഞു അത് നോക്കലുണ്ടാന്ന് അതാ മനസ്സിലായി. അത് ചങ്ങായില്ലത് വാരാണ് ഞാൻ ഏൽപ്പിച്ചാണ്. അതെ അതല്ലേ അതെ ഞാൻ ഏൽപ്പിച്ചു നോക്കറ ഞാൻ ഏൽപ്പിച്ചു നോക്കറ ചങ്ങാട്ടാ. ഞാൻ അടിച്ചാട്ടോ എനിക്കാണ് കൊടുത്തിക്കോ. ഞാൻ എനിക്ക് നോക്കണ്ടേ, ഞാൻ കൊടുത്ത് ഞാൻ ഏൽപ്പിച്ചോ. എന്താ പറഞ്ഞു നോക്കാൻ ഏൽപ്പിച്ചാണ് ഞാൻ ഏൽപ്പിച്ചോ. നോക്കത്ത ആണ് കാട്ടി ഇത് വേറെ നോക്കറാ. ബാബനെ വെക്കണേ അത് മുത്താബല്ല ബാവ ബാവ. അപ്പോ ഇതാണ് പറഞ്ഞത്. നല്ല ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ മനുഷ്യന്മാരെ ഇത്തരം ഒരു വാസി കാണിക്കണത്? ഈ കിബറും വാസി നമുക്ക് മനസ്സിൽ നിന്ന് കളഞ്ഞൂടെ കിട്ടിയ അല്ലേ? പാവപ്പെട്ടവർക്ക് കൊടുത്താലല്ലേ ആ പഠിച്ചവന്മാരുന്ന് കൂലിട്ടുള്ളൂ. നിങ്ങള് മുട്ടായി കൊടുത്തതാണ്, നിശ്ചയം കഴിഞ്ഞതാണ്. ചോദിക്കും പറയും കുട്ടി പ്ലസ് ടു പഠിക്കുന്ന കുട്ടി അപ്പതാ മുട്ടായി കൊടുത്തത്. അതെ ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടി അപ്പതാ മുട്ടായി കൊടുക്കലും അല്ലേ? അപ്പതാ മുട്ടായി കൊടുക്കലും അതെ അപ്പൊ തന്നെ കാണാൻ പോലും അപ്പൊ തന്നെ വർപ്പിക്കലും. ഇതൊക്കെയാണ് മനുഷ്യന്മാർ പറയുന്നത്. എന്തിനാ മനുഷ്യന്മാരെ ഇങ്ങനെ പൊള്ളു പറയണത്? എന്ത് കിട്ടാനാ ഈ പൊള്ളു പറയണത്? എന്ത് കിട്ടാനാ? നമുക്ക് എന്തും കിട്ടാനില്ല, എനിക്കും നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. എന്തിനാ പൊള്ളു പറയണത്? മുട്ടായി കൊടുത്തതാണ്, പിന്നെ മുട്ടായി കൊടുത്തതാണ്, നിശ്ചയം കണ്ടുപോയതാണ്, നിശ്ചയിച്ചതാണ്. ഇതൊക്കെ പറഞ്ഞ് പൊള്ളു വേണ്ട എന്ത് കാര്യമാണ്? പാവപ്പെട്ടവർക്ക് കൊടുത്താൽ ഒരു കാര്യത്തിലായി. അതെ ഇനിയും മനസ്സിലാക്കാനില്ലേ മനുഷ്യന്മാരെ? അതെ എന്തിനാണ് നിങ്ങളെ നോക്കുന്ന ആളെ കയ്യിൽ കൊടുത്താൽ പോലെ? നോക്കാത്ത ആളെ കയ്യിൽ കൊടുത്തിട്ട് കാര്യമുണ്ടോ? നോക്കുന്ന ആളെ കയ്യിൽ കൊടുത്താൽ എന്താ നോക്കിക്കോളൂ. ഇപ്പൊ ഞങ്ങളെ കയ്യിൽ തന്നാൽ നിങ്ങൾ നോക്കും. ഞാനൊരു യൂട്യൂബ് ലോഗറുമാണ്, ഒരു ലോഗറുമാണ്. പിന്നെ എനിക്ക് പണിയുണ്ട്, ഒക്കെ ഉണ്ട്. അതെ പണിയുണ്ട്, ലോഗറുമാണ്. യൂട്യൂബ് വരുമാനം കിട്ടും, പിന്നെ സ്വന്തമായിട്ട് വേറെ പണിയുണ്ട്, അതൊക്കെ ഉണ്ട്. എന്തിനാ നിങ്ങള് മനുഷ്യന്മാരെ ഇങ്ങനെ ഒരു കിബറ് കാണിക്കുന്നത്? എന്തിനാ മനുഷ്യന്മാരെ ഇങ്ങനെ ഒരു കിബറ് കാട്ടുന്നത്? ആർക്ക് വേണ്ടി കിബറ്? എന്തിനു വേണ്ടിയാ?
നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളൊക്കെ ജീവിക്കണം. നമ്മളൊക്കെ കൊതി കൂടാതെ ജീവിച്ച് സ്നേഹം കാണിക്കാണ്ട് തൊടി മണിക്കൂറോണി അയാൾ മതി ഇതോടെ ആ അതെ, അവ കൊതി കൂടെ സ്നേഹിക്കണം. ഇങ്ങോട്ടല്ലോ കാണൂലാക്കിക്കോ. അതെ, അതാ കാരണം ഇത്തരമുള്ള കാരണമാണ്. എന്തിനാണ് ഇത്ര വാസി? നമ്മൾ ഈ വാസി കാട്ടിട്ട് കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും ഒന്നും കിട്ടാനില്ല. അതെ, ഒന്നും കിട്ടാനില്ല. കാരണം ഒരു പകരം വെക്കാനൊന്നും നമുക്കൊന്നുമില്ല. നമ്മൾ എന്തിനാ മനുഷ്യന്മാരെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്? നിങ്ങളെ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അറിയുന്ന പെൺകുട്ടികൾക്കൊന്നും ചിന്തിച്ചുകൂടെ? പാവപ്പെട്ടവന്റെ കൂടെ ജീവിക്കണം അല്ലെ? അല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക്, ആ പെൺകുട്ടികളും ആ ഉമ്മ പറഞ്ഞത് കേൾക്കുന്ന, അല്ലെങ്കിൽ ഉമ്മന്റെ വാക്കും കേട്ട് നടക്കുന്ന. അതെ, ഇങ്ങനെ ഉണ്ടാവും മക്കള് പെൺകുട്ടികളെ സ്നേഹം കാണിക്കണ്ടേ? ആരായാലും ഒരു രസാവും കൃത്യം ഉണ്ടാകണം. ആർക്കായാലും അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് അല്ലേ? രസാവും കൃത്യം ഉണ്ടാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുണ്ടാകണം, സ്നേഹം കാണിക്കണം. ഇങ്ങോട്ട് കുടുങ്ങിയിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങളെ മകളെ കെട്ടിച്ച് തരുമോ എന്ന് രക്ഷിതാക്കളോട് ചോദിച്ചത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു ടൈറ്റ് കൂട്ടല്. അതെ, എന്തെങ്കിലും സമ്മതിക്കും, എന്തെങ്കിലും ആകും, എന്തെങ്കിലും സമ്മതിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങളെ മകളെ വാറാക്കി കൊണ്ടുകൊടുക്കുമ്പോഴും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് കൂട്ടല്. അതെ, നമ്മളെന്താ പറയുന്നത്, ഒരു മുസ്ലിം കുട്ടിയായാൽ മതി, ഒരു ഇസ്ലാമുള്ള കുട്ടി, ഒരു കൃതമുള്ള 5 നേരം നിസ്കാരമുള്ള, അതെ, ഒരു തലയൊക്കെ തട്ട വിട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള പെൺകുട്ടി. അതല്ലേ ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ നിങ്ങളോട് എന്തേ പറഞ്ഞു? ഞങ്ങളെന്താ പറഞ്ഞ്? തലയിൽ തട്ടട്ട കുട്ടിയാണ് മതി. അതെ, അതെന്താ കുഴപ്പം? തലയിൽ തട്ടിടൂലേ? മുസ്ലിങ്ങളായാൽ തലയിൽ തട്ടിടൂലേ? പെൺകുട്ടികൾ ഇടൂലേ? 60 മറക്കൂലേ? അതല്ലേ നിങ്ങളോട് ചോദിക്കണത്? അതല്ലേ ചോദിച്ചത്? തലയിൽ തട്ട കൊട്ട 60 മറിച്ച സ്നേഹം കാണിക്കുന്ന അങ്ങനെയുള്ള വേണ്ടത്. വീട്ടിലേക്ക് ഒരു പറ്റുന്ന പെൺകുട്ടി, അതുപോലെ ശരീരമൊക്കെ മറച്ച്, അതുപോലെ ഒരു വീട്ടിലേക്ക് വർക്കത്തുള്ള പെൺകുട്ടി, അങ്ങനല്ല വേണ്ടത്. അങ്ങനെ ചോദിച്ചത്. നമ്മളെന്തെങ്കിലും വേണ്ടാത്തന്നെ ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങളെ മോളെ കെട്ടിച്ചീരല്ലോ ചോദിച്ചത്. അവൻ നിങ്ങൾക്ക് ടൈറ്റ് കൂട്ടല്ലേ? അവൻ നിങ്ങൾ തരൂലല്ലോ. അവൻ നിങ്ങൾ നമ്മളെ കാണില്ല, നിങ്ങൾ തരുന്നില്ലല്ലോ. ആരും നമ്മളെ ചിന്തിക്കണില്ലല്ലോ. ആരും ഇൻസ്റ്റാഗ്രാമിൽ ആരും മനസ്സിലാക്കണില്ല. ആരും ഒരു അയ്യോ പാവമെന്ന് കണ്ടറിഞ്ഞിട്ട് അവരൊക്കെ ചോദിക്കുക, പിന്നെ നിങ്ങൾക്ക് ഭൂമിയുണ്ടോ, നിങ്ങൾക്ക് സ്വത്തുണ്ടോ, നിങ്ങൾക്ക് കാറുണ്ടോ, നിങ്ങൾക്ക് വലിയ വീടാണോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. എന്തിനാണ് ചോദിക്കുന്നത്? 6 അടി മണ്ണ് കെടുക്കാൻ പോണത് നമ്മളൊക്കെ എന്തിനാ ഇത്ര പിന്നെ വലിയൊരു കാറും വണ്ടിയൊക്കെ ചോദിക്കണത്? എന്തിനാ ആവശ്യം? എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ കാറുണ്ടോ, പിന്നെ വലിയ വീടാണോ? ചെറിയ വീടൊന്നും പറ്റണില്ല. ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. സ്വത്തുമ്പോൾ നമ്മൾ കിടക്കുന്നത്. നമ്മൾ പെൺകുട്ടി നിങ്ങളെ മകളെ പൊന്നു പോലെ നോക്കിയല്ല വേണ്ടത്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. അതെ, നിങ്ങൾ വലിയ വീടിനൊക്കെയാണോ ചോദിക്കുന്നത്? വലിയ വീട് വേണം, അതുപോലെ വലിയ കാറ് വേണം, അതുപോലെ പിന്നെ എന്താണ് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയുക? കാരണം കിട്ടിയതും കൊണ്ട് ജീവിക്കല്ലാതെ എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾക്ക് പഠിച്ചവൻ നിങ്ങൾ തന്നതാണ്. പഠിച്ചവൻ നിങ്ങൾ തരുമ്പോൾ ആ പഠിച്ചവൻ തന്ന ഒരു ഉപകാരത്തിലാകണ്ടേ? നിങ്ങളെ മകളെ ഒരു ഉപകാരത്തിലാക്കണ്ടേ? പഠിച്ചവൻ നിങ്ങൾക്ക് തന്നെയല്ലേ? ഏതാ നിങ്ങൾക്ക് പഠിച്ചവൻ നിങ്ങൾക്ക് തന്ന്? 2 പെൺകുട്ടീനാണെങ്കിൽ ഒരു പെൺകുട്ടി വലിപ്പം വെച്ച്, ഒരു പെൺകുട്ടീനാണെങ്കിൽ വലിപ്പം വെച്ച്, ഒരു പെൺകുട്ടി വലിയ കുട്ടിയായി +2 പഠിച്ച്. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞിരിക്കണം. അപ്പോൾ പറഞ്ഞ് വീട്ടിലിരിക്കുകയാണ്, പിന്നെ പറഞ്ഞ് മുട്ടായി കൊടുത്ത് പോയിക്കണം. ഇതൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുക? എന്തിനാ മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾ ചിന്തിച്ചേക്കാണ്. നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ വാദിക്കണം. നമ്മൾ ഒരിക്കലും പറഞ്ഞ വാക്ക് വാദിക്കണം. അതെ, അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയല്ല ആകേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചിന്തിക്കുക.
നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. അതെ, കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തിനിട്ട് അല്ല, അത് ഓരോരുത്തർക്കും ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടണമെന്ന്. അതെ, നമ്മൾ കുടുങ്ങിയിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു മോലേർക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ മോലേര് നമുക്ക് കൊടുക്കണോ, ഇർസുമാർക്ക് കൊടുക്കണോ? അപ്പോൾ ആ മോലി പറയും, നമുക്ക് ഇർസുമാർക്ക് കെട്ടിച്ചു കൊടുത്താൽ റെക്കടില്ല. പൊന്നു പോലെ നോക്കും, പൊന്നു പോലെ നോക്കും, പട്ടിണിക്കിടൂല, നോക്കും, പൊന്നു പോലെ നോക്കും, എൻ്റെ മോളെ നല്ല മനസ്സിലേക്ക് നോക്കുമെന്ന് ആ മോലേക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. അതെ, അല്ലെങ്കിൽ അവിടെ സൗകര്യം വെച്ചോട്ടെ. കൊടുക്കാൻ പറ്റുന്ന കൊടുത്താൽ മതി. ഇത് ഞാനും ഈ വീഡിയോ എല്ലാവരും കാണുന്നല്ലോ. അതെ, നിങ്ങളിപ്പോൾ പറഞ്ഞേക്കാം, മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവും. ആ പെൺകുട്ടിനെ കെട്ടാൻ വരുന്ന ആൾക്കാർ ഓർക്ക് മനസ്സിലാവും, മനുഷ്യന്മാരെ. അതെ, ഇനി ഓളെ കെട്ടാൻ വരുമല്ലോ ആളുകൾ, കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഓർക്കും മനസ്സിലാവും ഈ കാര്യങ്ങൾ. പെരുസുമ്മ പറഞ്ഞിട്ട് നിങ്ങൾ മുട്ടായി കൊടുത്തതാണ്, നിശ്ചയം കഴിഞ്ഞതാണ്, അതുപോലെ നിങ്ങൾ നിശ്ചയിച്ച് പോയതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്താ ഇർസുമ്മക്ക് കൊടുക്കാത്തതെന്ന് മറ്റുള്ള ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്കായിട്ട് നിങ്ങൾ തങ്കാഴ്ച വെച്ചിരിക്കണം, ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തില്ല. അപ്പം നിങ്ങളെ ഭാഗത്ത് വലിയൊരു മൂർച്ചയല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതാ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഓനക്ക് പണിയൊക്കെ ഉണ്ടല്ലോ. എന്താ കെട്ടിച്ചു കൊടുത്താൻ്റെ റെക്കഡ്? ഓനക്ക് പണിയൊക്കെ ഉണ്ട്, ഓനക്ക് പണിയുണ്ട്, യൂട്യൂബ് വരുമാനം വരാനുണ്ട്, ഒക്കെ ഉണ്ട്. എന്നെ കൊടുത്തൂടെ? സ്നേഹിച്ചൂടെ? അതെ, പൈസ ഒക്കെ ഉണ്ട്, മകർ വാങ്ങിച്ചെടുക്കാം, പൈസ ഉണ്ട്. അതുപോലെ കല്യാണത്തിന് ചിലവൊക്കെ നല്ല ആൾക്കാർ എടുക്കുമല്ലോ. ഈ പ്രവാസികളൊക്കെ സ്നേഹിക്കാറുണ്ട്. ഈ പ്രവാസികളൊക്കെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പിന്നെ സഹായിക്കാറുണ്ട്. കല്യാണ ചെലവ്, അതുപോലെ പന്തലിൻ്റെ പൈസ, അതുപോലെ ബിരിയാണിൻ്റെ പൈസ, അതുപോലെ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഡ്രസ്സ്, ഇതൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെന്താ ബേജാറ്? അപ്പോൾ ഇങ്ങനെയല്ല പാങ്ങളെ സഹായിക്കരുത്, ഇങ്ങനെയല്ല സഹായിക്കേണ്ടത്. കുട്ടിയെ ഇങ്ങനെ സഹായിക്കേണ്ടത്. ഇപ്പോൾ പ്രവാസികൾ ഇർസുമാൻ്റെ പെണ്ണുങ്ങൾക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, മുട്ടായി വാങ്ങിക്കൊടുക്കുക, മകർ വാങ്ങിക്കൊടുക്കുക, പന്തലിൻ്റെ പൈസ കൊടുക്കുക, പന്തല് കെട്ടിക്കൊടുക്കുക, ഇതൊക്കെ പറയുന്ന പ്രവാസി പറയുന്നു. അവർ വെറുതെ അറിയില്ല, അവരൊരു ചോരയാണ്. അവർക്ക് പടച്ചം കൊടുക്കുന്ന വരുമാനം അവർ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നു. അല്ലെ, സഹായം ചെയ്യുന്നു. അത് ഉള്ള കാര്യമാണ്. ഒരു വെറുതെ അറിയില്ല, ഒരു വെറുതെ കുറ്റം പറയല്ല, ഒരു വെറുതെ പറയല്ല, ഒരു വെറുതെ കളിയാക്കി പറയല്ല, ഒരു കാര്യത്തിലാണ് പറഞ്ഞത്. അത് കേൾക്കണം. പ്രവാസി പറഞ്ഞാൽ എളുപ്പമുള്ള പ്രവാസി. അവർ പാവപ്പെട്ട സഹായിക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് രോഗികളൊക്കെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ ഖത്തറിലുള്ള അമീറാക്ക, അതുപോലെ പിന്നെ തിരൂരുള്ള ഇവരൊക്കെ സഹായിക്കുന്ന വ്യക്തികളാണ്. അല്ലേ, ഈ ഖത്തറിലുള്ള അമീറാക്ക, ഇവരൊക്കെ സഹായിക്കും, ഒക്കെ കൊടുക്കാറുണ്ട്. അതെ, അപ്പോൾ സഹായിക്കുന്ന വ്യക്തികളാണ് ഇതൊക്കെ, കൊടുക്കുന്ന വ്യക്തികളാണ്. അതെ, അപ്പം നിങ്ങൾക്ക് കൊടുത്താൽ മതി. നിങ്ങളൊന്നും നോക്കണ്ട, ആ വീട്ടുകാരൊന്നും നോക്കണ്ട. നിങ്ങളെ മകളെ അങ്ങോട്ട് തന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സ്വർണം മാത്രം കൊടുത്താൽ മതി. ബാക്കി പന്തലിൻ്റെ പൈസ, പന്തല് കെട്ടാൻ, അതുപോലെ ബിരിയാണി ചെമ്പ്, അതൊക്കെ പണിക്കാർ ചെമ്പ്, അതുപോലെ ആളുകൾ, ഇതൊക്കെ ഓലുണ്ടാക്കിക്കോളും. പ്രവാസികൾ ഏറ്റെടുത്തോളും. ഇനി അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഏറ്റെടുക്കും. അതെ, ആദ്യം കുട്ടി സെറ്റായാലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആദ്യം കുട്ടി സെറ്റായാലാണ് പണിക്കാരിലടിയാ അല്ലേ, പണിക്കാരെ വെക്കലും പന്തല് കെട്ടാനും, അതുപോലെ ഒരു മനസ്സറിഞ്ഞ് പോകാനൊക്കെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, ഒരുപാട് ആൾക്കാരുണ്ട്. പന്തല് കെട്ടാൻ കയറാറുണ്ട്, പന്തല് കെട്ടാൻ, അതുപോലെ സപ്ലൈ ചെയ്യുന്ന പണ്ടാരികൾ, പണിക്കാർ, ബിരിയാണി വെക്കാൻ ആളുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതിനൊക്കെ കൂലി പ്രവാസി കൊടുക്കും. അതിന് ഓലെ കൊണ്ട് കഴിയുന്നവർ ചെയ്യും. അതിൽ വേറെ ആൾക്കാരും ഏറ്റിട്ടുണ്ട്.
അതിനെല്ലാം ഇവിടെ ആൾക്കാരുണ്ടല്ലോ. ആ കല്യാണം ആകുമ്പോഴല്ലേ നമുക്ക് മറ്റുള്ളവർ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദാ ഊസപ്പൻ സാറ് വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, മൂപ്പരോടൊക്കെ പറയാം. ആ ആദ്യം നിങ്ങൾ തയ്യാറാകണ്ടേ, രക്ഷിതാക്കൾ തയ്യാറാകണ്ടേ. നിങ്ങളെ മകളെ തരണം, ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ തരണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈറ്റ് കൂട്ടും, ഒരു ടൈറ്റ് കൂട്ടും. എന്തിനാണ് ടൈറ്റ് കൂട്ടുന്നത്? ടൈറ്റ് കൂട്ടരുത്, നമുക്ക് പറ്റുകയാണ് കൊടുക്കുക. അതെ, നമ്മൾ വീടൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ, വീടൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അതെ, വീടൊക്കെ നിങ്ങൾ കണ്ടതുമാണ്, വീട്ടിൽ കണ്ടതുമാണ്. ആ വീടിനാണ്, ആ ഒരു മാറ്റമില്ല. നമ്മൾക്ക് ആ വീടെന്ന് പോയപ്പോൾ അതിന് പറ്റുന്ന കുട്ടികളായാൽ മതി. അതെ, കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കാനല്ലോ, നമ്മളൊന്നും കാലാകാലം സ്നേഹിക്കാനും അതുപോലെ ചോർത്ത് പിടിക്കാനും അതുപോലെ മനസ്സറിഞ്ഞ് കൊണ്ടുപോകാനും അതെ എന്നും വീട്ടിലാക്കാനല്ലല്ലോ നമുക്ക് അല്ലേ. കൈ പിടിച്ചുകൊണ്ട് അങ്ങാടി കൊണ്ടുപോകും, അതുപോലെ പിന്നെ വീട്ടിൽ സഹായിക്കും, ഉമ്മാക്ക് സഹായിക്കും. അതെ, അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു പെണ്ണ്. അപ്പോൾ ചെറിയ വീടാണെന്ന് കുഴപ്പം. അതെ, ഇപ്പിൽപ്പെട്ട് പോവുക. അതിന് വാശി പിടിച്ചിട്ട് കാര്യമില്ല, അതിന് കിബറും വാശിയും പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുക്കാൻ എന്നിട്ട് എനിക്കത്തെ സോക്കറ്റ് വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സോക്കറ്റ് കൊണ്ടാക്കാൻ പറ്റുമോ? അതെ, നിങ്ങൾക്ക് സോക്കറ്റിൽ വെക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ആരും കൊണ്ടുപോകില്ല, സോക്കറ്റ് വെക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞാൻ ഫേമസ് ആയ ഒരാളാണ് റെഡിയാ. ഇപ്പോൾ തന്നെ ഞാൻ ഫേമസ് ആയ ആളാണ്, ഏറ്റവും ഫേമസ് ആയ, ഏറ്റവും ഫോളോവേഴ്സുള്ള, ഏറ്റവും യൂട്യൂബിലൊക്കെ ആൾക്കാർ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ലൈവ് ഇട്ടപ്പോൾ ആൾക്കാർ കാണും. അപ്പോൾ നാളെ ഇർസുമാരെ വാക്ക് കെട്ടിക്കൊണ്ട് നിങ്ങളെ മകളെ സോക്കറ്റ് വെച്ച് വേറെ ആൾ പറയും, നിങ്ങളെ മകളെ സോക്കറ്റ് വെച്ചാളി അവിടെ വെച്ചോളി പറയും. ഞാൻ പറഞ്ഞാൽ മതിയെന്ന്. അതെ, അത് പറയും. കാരണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക. കുടുങ്ങിയിട്ടല്ലേ നിങ്ങളോട് ചോദിക്കണത്. അതെ, കുടുങ്ങിയിട്ടല്ലേ. അപ്പോൾ വലിയ കുട്ടിയായിട്ട് പെൺകുട്ടിയായിട്ട് കെട്ടിച്ചാൽ എന്നിട്ട് അത് പിന്നെ ആ പെൺകുട്ടിൻ്റെ ജീവിതം തകരൂലേ? അവിടെ ജീവിതം തകരൂലേ? അവൾക്കൊരു കുടുംബം വേണ്ടേ? അല്ലെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവിടെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. വലിയ പെൺകുട്ടിയായിട്ട് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവൾക്ക് വയസ്സ് കൂടെയല്ലേ അല്ല വേണ്ടത് അല്ലേ? അവൾക്ക് വയസ്സ് കൂടെയല്ലേ. അവ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. കാരണം പിന്നെ അവർക്ക് കെട്ടിച്ചാൽ പറ്റൂ. പിന്നെ അത് പിന്നെ പെൺകുട്ടികൾ പറഞ്ഞാൽ പെൺകുട്ടിയെ കുറച്ച് കഴിയുമ്പോൾ കെട്ടിക്കണം, അവിടെ പിടിച്ചേക്കാൻ പറ്റും. അതെ, രക്ഷിതാക്കൾക്ക് ഒരു ബോധമില്ല. അവൾക്ക് പാങ്ങൾക്ക് കൊടുത്താൽ ഒരു പേടിയാണ്. എന്തിനാ പേടിക്കണത്? നിങ്ങൾ പെൺകുട്ടി വലുതായാൽ പെൺകുട്ടിയുടെ ഒപ്പം കൊണ്ടുനടക്കുക, ഉമ്മമാർ കെട്ടിച്ചാറെ കൊണ്ടുനടക്കുക, പാവപ്പെട്ട പെൺകുട്ടിനെ കെട്ടിച്ചാറെ കൊണ്ടുനടക്കുക, ഇതിനൊരു പാങ്ങൾക്ക് കൊടുക്കാതെ കൊണ്ടുനടക്കുക അല്ലേ. അത് തന്നൂടെ? പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നൂടെ പാങ്ങൾക്ക്? അതെ, ആല വേണ്ടത്. ആ പെൺകുട്ടിക്കും വേണ്ട ഒരു കുടുംബം, ആ പെൺകുട്ടിക്കും വേണ്ട ഒരു ജീവിതം എന്ന് രക്ഷിതാക്കൾക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ വയ്യ. ഒരു തീരുമാനമൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. വേറെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, വീട്ടിൽ വെച്ച് കുറേ കഴിയുമ്പോൾ പോണ്ടേ, 15 തീയതി പോണ്ടേ, ഇവിടെ വരണ്ടേ ആ പാട്ടേരം ഓണെൻ്റെ പാട്ട് വരും. അതെ, ഹൗസിലല്ലേ. അതെ, അപ്പോൾ ഇട്ടുള്ള കാര്യം നമുക്ക് പോകണം, അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോള തരാതെ പാവപ്പെട്ട കണ്ണുക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പാങ്ങളെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പാങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കണം. നിങ്ങളെ മോളെ കെട്ടിക്കാൻ തരുമോ വെച്ചപ്പോൾ ആയിട്ടില്ല അറിഞ്ഞു. അപ്പോൾ ആയിട്ടില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒപ്പം പെൺകുട്ടിയെ കൊണ്ടുനടക്കുന്നു. അവൾക്ക് വയസ്സ് കൂടുന്നു. കാരണം അത് ആ പെൺകുട്ടിയുടെ ഉമ്മ തന്നെ ആ പെൺകുട്ടിൻ്റെ ജീവിതം തകർത്തിയാണ്. അവൾക്കൊരു കുടുംബം ഉണ്ടായിക്കോട്ടെ, അവൾക്കൊരു കുടുംബം ഉണ്ടായിക്കോട്ടെ. അതിനല്ലേ നമ്മുടെ സംഘടനയുള്ള ആൾക്കാർ നിങ്ങളെ പാവപ്പെട്ടവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അതെ, അതിനല്ല സംഘടനകളുള്ള ആൾക്കാർ, അതിനല്ലേ ഇവിടെ സംഘടനയുള്ള ആൾക്കാർ, അതിനല്ലേ വലിയ ആൾക്കാർ ഇവിടെ ഉള്ളത്. അതെ, നിങ്ങളെ കുട്ടികളൊക്കെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കാനാണ് ഇവിടെ ആൾക്കാരുള്ളത്, സംഘടനയുള്ള ആൾക്കാർ. ഞാനും പാവങ്ങളാണ്, നിങ്ങളും പാവങ്ങളാണ്. അപ്പോൾ
കൊടുക്കണം. അതിനാണ് ഇവിടെ ആൾക്കാർ, അതിനാണ് ഈ സംഘടന ചെയ്യുന്ന ആൾക്കാരോടെ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതെ, അപ്പോൾ അവരെ അറിയിക്കുക. ഏത് പാവപ്പെട്ട കുട്ടികൾ, പാവപ്പെട്ട ചെക്കന്മാരുണ്ടോ, അവർക്ക് എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കും, അത് നിങ്ങൾ ബേജാറാണ്ട. അതിനാണ് സംഘടന ചെയ്യുന്ന ആൾക്കാർ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ കൊണ്ടോട്ടിയിൽ ഒരുപാട് സംഘടന ചെയ്യുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. എത്ര കോടി കൊടുത്തിട്ടില്ല? എത്ര കോടി കൊടുത്ത്? ഇവിടെ ആ അബ്ദുറഹ്മാനിക്ക് 30 കോടി അല്ലേ? 30 കോടി അല്ലേ? 30 കോടി, 30 കോടി. ആ 30 കോടി കൊടുത്ത്. ആ 30 കോടി കൊടുത്ത നമ്മുടെ മലപ്പുറത്തുകാർക്ക് യൂസുമാൻ്റെ കല്യാണം നടത്താൻ ഒരു സംഖ്യ കൊടുക്കാൻ കഴിയൂലേ? 35 കോടി കൊടുത്തില്ലേ? 35 കോടി കൊടുത്ത ആ മലപ്പുറത്തേക്ക് എൻ്റെ യൂസുമാൻ്റെ കല്യാണം നടത്തിയാൽ എന്താ? നടത്താൻ കഴിയും. അതെ, നടത്താൻ കഴിയും. 35 കോടി കൊടുത്തില്ലേ? അതെ, 35 കോടി എടുത്ത് കൊടുത്ത 32 കോടി എടുത്ത് കൊടുത്ത ആ മലപ്പുറത്തുകാർക്ക് എന്താ ഇർസുമാന്റെ കല്യാണം നടത്താൻ കഴിയാത്തണ്ടാ? നടത്താൻ കഴിയും. നിങ്ങൾ കൊടുത്തു നോക്കി പാവപ്പെട്ടവനക്ക്. നാളത്തെ നടത്തിത്തരാം. നാളത്തെ മലപ്പുറം ജില്ലയിലത്തെ ആൾക്കാർ ഓരോന്ന് ഇറങ്ങിയാൽ മതി. മലപ്പുറത്തെ ഗബ്ബേറ്, മലപ്പുറത്തുള്ള ഗബ്ബ്, അതെ, ഏറ്റവും നല്ല കളിക്കാരനായ മലപ്പുറയല്ലേ? മലപ്പുറമല്ല ഏറ്റവും നല്ല അവാർഡ് കിട്ടിയ ഫുട്ബോൾക്കാർ, ഏറ്റവും നല്ല ഏത് കാര്യത്തിനും. ഇവിടെ കൽപ്പൂർ എയർപോർട്ടിൽ വിമാനം പറഞ്ഞപ്പോൾ രക്ഷപ്പെട്ടിരു മലപ്പുറമല്ലേ? കൊണ്ടോട്ടിയല്ലേ ആദ്യമായി മുന്നിൽ നിന്നത്? പിന്നെന്താ? ഇപ്പോൾ ഒരു തല വെട്ടാൻ പോയ ഒരാളാ രക്ഷപ്പെടുത്തിയതാരാ? 35 കോടി കൊടുത്തുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തിയതാരാ? ആ മലപ്പുറത്തുകാർക്ക് എന്താ പാവപ്പെട്ടവന്റെ കല്യാണം നടത്തിയാൽ എന്താ? നടത്താൻ പറ്റും. നമ്മൾ ക്ഷമിക്കണം. പറ്റും. രക്ഷിതാക്കൾ, പാവപ്പെട്ട രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളെ മകളെ പാകങ്ങൾക്ക് കൊടുക്കുക. അതെ, നടത്തി കാണിച്ചു തരാം. ഈ മലപ്പുറത്തുകാർ 2 കൈ വെച്ച് നടത്തി കാണിച്ചു തരാം. അതിനല്ലേ ഇവിടെ ഉള്ളത്? അതിനല്ലേ പാവപ്പെട്ടവനെ കാണാൻ? അതിനല്ലേ ചെമ്പാറമ്പിൽ പാവപ്പെട്ടവനെ കാണാനുള്ളത്? അതിനല്ലേ ഈ ചെമ്പാറമ്പിലുള്ള പാവപ്പെട്ട ഇരുത്തൊടിയ പാവപ്പെട്ട കുടുംബം റെഡിയാ അല്ലേ? ഇനി അതിനല്ലേ പാവപ്പെട്ട ഇരുത്തൊടിയ കുടുംബം ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത്? അതെ, ഞങ്ങൾ കുടുംബക്കാർ നോക്കിയിട്ടില്ലെങ്കിലും ഇവിടെ നാട്ടുകാരില്ലേ ഞങ്ങളെ നോക്കാൻ? ഇല്ലേ? നാട്ടുകാർ നമ്മളെ കല്യാണം നടത്തിയല്ലോ. അതിനല്ല മലപ്പുറം സംഘടനയുള്ള ആൾക്കാർ. അതിനല്ല മലപ്പുറം ഗബ്ബ്, പാവങ്ങളെ സഹായിക്കുന്ന ഗബ്ബുകൾ ഇല്ലേ? അവർക്കല്ലേ ഫസ്റ്റ് ഇവിടെ അവാർഡ് കിട്ടിയത്. അവരല്ലേ ഇവിടെ ഏറ്റവും നല്ല കാലുകൊണ്ട് തട്ടിയെടുക്കുന്ന, പോസ്റ്റിലേക്ക് അടിക്കുന്ന മലപ്പുറം, കാലുകൊണ്ട് പന്ത് കെട്ടുന്ന, അതെ അല്ലേ, പ്രേമിക്കുന്ന മലപ്പുറം, പാവപ്പെട്ടവന, അതെ, പന്തിനെ പ്രേമിക്കുന്ന മലപ്പുറം എന്നും, അല്ലേ? പന്തിനെ പ്രേമിക്കുന്ന മലപ്പുറം എന്നും, കാലുകൊണ്ട് തട്ടുന്ന മലപ്പുറം പ്രേമിക്കുന്ന മലപ്പുറം അല്ലേ? അവരില്ലേ പാവപ്പെട്ടവന്റെ കല്യാണം നടത്താൻ ഉണ്ട്. അവരറിഞ്ഞാൽ നാളെ വന്നാലോ